എൻ്റെ എല്ലാം ഞാൻ ജനിച്ചു വളർന്നത് മണ്ണാർക്കാട് കുണ്ടൂർക്കുന്ന് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. എൻ്റെ വിദ്യാഭ്യാസകാലമൊക്കെ എൻ്റെ നാട്ടിൽ തന്നെയായിരുന്നു. 10-15 വർഷമായിട്ട് നാട്ടിൽ നിന്ന് വിട്ടിട്ട് മിക്കവാറും പുറത്തുള്ള അയ്യപ്പ ക്ഷേത്രങ്ങളിൽ ഞാൻ ആത്മീയമായിട്ടുള്ളൊരു ജീവിതം തുടങ്ങുന്ന ഒരു 10-15 വർഷമായി വേണമെന്ന് പറയാം. എൻ്റെ വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം അത് മിക്കവാറും പുറത്തുള്ള അയ്യപ്പ ക്ഷേത്രങ്ങളിലായിരുന്നു കൂടുതലായിട്ടും ഉണ്ടായിരുന്നത്. ഈ 10-15 വർഷമായിട്ട് ഞാൻ അയ്യപ്പൻ്റെ ക്ഷേത്രങ്ങളിലാണ് ഞാൻ പൂജ ചെയ്തിട്ടുള്ളത്, കാര്യമായിട്ട് ചെയ്തിട്ടുള്ളത്. അതാണ് എൻ്റെ ഒരു ഇതായിട്ടുള്ളൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള എൻ്റെ ഒരു ജീവിതത്തിൽ. അപ്പോൾ അയ്യപ്പനെ മാത്രം ചെയ്യാനുള്ളൊരു ഉണ്ടാകുകയാണ്. അയ്യപ്പൻ എന്നും നിത്യപരമായിട്ട് ഇരിക്കുകയാണ്. ഇപ്പോഴാണ് ജനങ്ങൾക്ക് അതിൻ്റെ ആ ഒരു രൂപഭാവങ്ങളും മറ്റ് ഇതൊക്കെ ഒരു സമൂഹത്തിൽ അതിനെക്കുറിച്ചിട്ടുള്ളൊരു ചർച്ചാ വിഷയം വന്നതെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. സ്വാഭാവികമായിട്ടും എൻ്റെ ഒരു സേവനം അയ്യപ്പൻ ആവശ്യപ്പെടുന്നത് ഈ ഒരു സാഹചര്യത്തിലായിരിക്കാം. അതായിരിക്കാം ഇപ്പോൾ എന്നെ വിളിക്കാൻ ഉണ്ടായിട്ടുള്ള ഒരു നിയോഗം. ഈ ശബരിമലയെ സംബന്ധിച്ചുള്ള പൂജാക്രമങ്ങളെല്ലാം തിരുമേനി ഇപ്പം ഇവിടെ വന്നിട്ട് പുതുതായ മൂലമന്ത്രം അങ്ങനെ ബാക്കിയെല്ലാം കാര്യങ്ങളും അവിടെ നിന്ന് ഇവിടെ വരുമ്പോൾ മൂലമന്ത്രം മാത്രമല്ല കൈമാറാറുള്ളൂ. അല്ല, പൂജാക്രമങ്ങളെന്ന് പറഞ്ഞാൽ ഉപദേശം വേണം. അത് ആചാര്യൻ്റെ തന്ത്രിയുടെ ഉപദേശം നമുക്ക് ആവശ്യമാണ്. മറ്റ് പൂജ എന്ന് പറയുന്നത് നമ്മൾ പൂജാതി കർമ്മങ്ങളും മറ്റ് കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് ഈ നമ്മുടെ മുൻപ് തന്നെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അതേസമയം എന്താ വെച്ചാൽ മൂർത്തിയുടെ ഭാവങ്ങൾക്കും രൂപങ്ങൾക്കും അനുസരിച്ചിട്ട് ചില വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ധ്യാന ശ്ലോകങ്ങളിലും അതുപോലെ തന്നെ മൂലമന്ത്രങ്ങളിലുമൊക്കെ അത് നമ്മൾ പഠിച്ചോ ഇല്ലേ എന്നുള്ളതിന് അപ്പുറത്തേക്ക് എന്താ വെച്ചാൽ ആചാര്യനിൽ നിന്ന് കിട്ടുന്ന ഒരു അനുഗ്രഹത്തോടു കൂടി വേണം നമ്മളത് തുടങ്ങാൻ. അപ്പോഴാണ് ഈ ചെയ്യുന്ന കർമ്മത്തിന് ഫലം കിട്ടുന്നത്. ഗുരുവിൽ നിന്ന് ഒരു അനുഗ്രഹം കിട്ടണം. ആ അനുഗ്രഹത്തിലൂടെ നമ്മൾ അറിയണൊരു മന്ത്രം, അപ്പോൾ നമ്മൾ അറിയണൊരു കാര്യം തന്നെ ഇപ്പോൾ നമ്മളൊരു ഗായത്രി അല്ലാണ് അല്ലെങ്കിൽ ഒരു നമശിവായ എന്നുള്ള ജപിക്കുകയാണെങ്കിൽ ആ നമശിവായ എന്ന് ജപിക്കുമ്പോൾ അത് ആചാര്യന്മാരുന്ന് ആ നമശിവായ നിരന്തരമായിട്ട് ജപിച്ചിട്ട് അതിനൊരു സിദ്ധി വല്ല ഒരു ആചാര്യത്തിൽ നിന്നുള്ള കിട്ടുന്ന ഒരു അനുഗ്രഹത്തിലൂടെ നമ്മൾ ചെയ്യുകയാണ് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ നമുക്ക് കിട്ടുന്ന ഫലം നമുക്ക് കൂടും. അപ്പോൾ എന്താണെങ്കിലും ആ ആചാര്യനിൽ നിന്ന് ഉള്ള അനുഗ്രഹത്തോടു കൂടി വേണം നമുക്ക് എന്ത് കാര്യങ്ങളും തുടങ്ങാം. അയ്യൻ്റെ സന്നിധിയിൽ വന്നപ്പോൾ നട തുറന്ന് കയറിയപ്പോൾ ഒരു അനുഭവം അല്ല, ഇവിടെ വന്നിട്ടുള്ള അനുഭവം അതൊരു എന്താ പറയുക അപൂർവമായിട്ടുള്ളൊരു തന്നെയാണ്. അപൂർവം. കാരണം ശബരിമല വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. ഇവിടെ പ്രകൃതി കൊണ്ട് തന്നെ വളരെയധികം പ്രത്യേകതകൾ ദക്ഷിണേന്ത്യയിലോ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇത്തരം ഒരു പ്രത്യേകതകളുള്ളൊരു ക്ഷേത്രം വേറെ നമുക്ക് കാണാൻ കഴിഞ്ഞു വരില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇവിടെ ആയിട്ടുള്ള ആ തത്വമസി എന്നുള്ള ഭാവം. ഇവിടെ ഭക്തനെത്തുന്നത് 41 ദിവസം വ്രതം എടുത്തതിന് ശേഷം കൈലാസത്തിലേക്ക് പോലും വ്രതം എടുത്തിട്ടല്ല കൈലാസത്തിലേക്ക് പോകണം. ഇപ്പോൾ തിരുപ്പതിയിൽ അമ്പലമുണ്ട്. തിരുപ്പതിയിൽ അമ്പലത്തിലേക്ക് വ്രതം എടുക്കേണ്ട കാര്യം നിങ്ങളങ്ങനെ നേരിട്ട് നമുക്ക് സാധാരണ ഡ്രസ്സിലാണ് നമ്മൾ എന്താ വെച്ചാൽ തിരുപ്പതി അവിടേക്ക് ദർശനത്തിന് പോകണം. മൂകാംബികയിൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കുന്നത്. പക്ഷെ അവിടെയും ഇതല്ല. ഇവിടെ ഒന്നും എന്തില്ലാത്തൊരു പ്രത്യേകതയാണ് ഇവിടെ ശബരിമലയിലുള്ളത്. എന്താണെന്ന് വെച്ചാൽ 41 ദിവസത്തെ വ്രതത്തിലൂടെ നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ശുദ്ധി വരുത്തുക. ഈ തമോഭാവത്തിനെ ഒക്കെ തന്നെ നമ്മൾ ഇല്ലാണ്ടേക്കും. ഇപ്പം നമ്മൾ ജീവിതത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണത്തെ ക്രമത്തിൽ ശരീരം എന്ന് പറഞ്ഞാൽ ഭൗതികമായിട്ടുള്ള ഭക്ഷണത്തിലൂടെ മറ്റേതിന് ഭൗതികമായിട്ടുള്ള ഇതിൽ ആത്മശുദ്ധി വരുത്തുന്നുണ്ട്. അതുപോലെ തന്നെ വ്രതങ്ങൾ ആത്മാവിൻ്റെ ശുദ്ധി, മനസ്സിൻ്റെ ശുദ്ധി അതും വരുത്തുന്നുണ്ട് ഈ വ്രതങ്ങൾ. ഈ രണ്ട് രൂപത്തിലും ശുദ്ധി വരുത്തുമ്പോൾ നമ്മുടെ ജീവൻ സ്വാഭാവികമായിട്ടും സാത്വികമായിട്ടുള്ളൊരു ഭാവത്തിലേക്ക് അത് വളരും. സാത്വികമായിട്ടുള്ള ഭാവത്തിലേക്ക് വളർന്നതാണ് ഈ ഈശ്വരീയമായിട്ടുള്ളൊരവസ്ഥയിലേക്ക് എത്തുക എന്ന് പറയുന്നത്. ആ ഈശ്വരീയമായ അവസ്ഥയിൽ എത്തിയതിന് ശേഷമാണ് നമ്മൾ എന്താ വെച്ചാൽ ഇരുമുടി കെട്ടി ശബരിമലയിലെത്തി ഇവിടെ അയ്യപ്പനെ കാണുന്നത്. അപ്പോൾ അയ്യപ്പനും അയ്യപ്പനും ഭക്തനും ഒന്നായി മാറണം.
അപ്പോൾ ഈ ഒരു ഇത്രയും വലിയൊരു എന്താ പറയുക ആത്മീയമായിട്ടുള്ള ഭാവമുള്ള ഇത്തരം ഒരു ഇത് ഇന്ത്യ രാജ്യത്തോ തന്നെ വേറെ ഉണ്ടാകാൻ എനിക്ക് തോന്നുന്നില്ല. അത്രയും ഒരു പ്രത്യേകതകൾ നിറഞ്ഞിട്ടുള്ളതാണ് ഇവിടെ. ശബരിമലയിലേക്ക് വന്നുള്ള ശ്രീകോവിലിൽ കയറുന്നൊരു അനുഭവമാണത്. അവിടെ ഒരു പ്രത്യേകത പറഞ്ഞു, ഒരു വല്ലാത്ത അവിടെ എനർജി, ഭയങ്കരമായിട്ടുള്ളൊരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. എനർജി നമ്മുടെ ബോഡി വൈബ്രേഷൻ, ബോഡി വൈബ്രേറ്റ് ചെയ്യാൻ നമുക്ക് ഫീൽ ചെയ്യും. അത് അവിടെ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പുറത്തുനിന്ന് പലപ്പോഴും നിൽക്കുമ്പോൾ അത് അറിയില്ല. പക്ഷെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ആ ബോഡി വൈബ്രേറ്റ് ചെയ്യുന്നത് നമ്മൾ അറിയാണ്. അതൊരു വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. മനുഷ്യന് എന്താ വെച്ചാൽ എപ്പോഴും എന്താ വെച്ചാൽ ആഗ്രഹങ്ങളാണ് നമ്മളുടെ എന്താ പറയുക എല്ലാറ്റിൻ്റെയും എന്താ പറയുക കാമക്രോധലോഹമോഹാദികളിലാണല്ലോ. അപ്പോൾ ഈ ആഗ്രഹങ്ങളാണ് മനുഷ്യൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഇങ്ങനെ ആഗ്രഹിക്കുക അതിൽ മീത. അപ്പോൾ ഭഗവാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ആഗ്രഹങ്ങളെ തന്നെ ഇങ്ങോട്ട് അറുത്ത് മാറ്റാൻ തക്ക ഇതിലുള്ള ഒരു അനുഗ്രഹം. നമുക്ക് ഇനിയിപ്പോൾ ആഗ്രഹിക്കാനൊന്നുമില്ല, ഇതിലും വലുത് നമുക്ക് ഈ ജന്മത്തിൽ ഇപ്പം ഒന്നും ചെയ്യാനൊന്നുമില്ല, ഒന്നും നേടാനുമില്ല. അപ്പോൾ അങ്ങനെ ഒരു രൂപത്തിലുള്ള ഒരു അനുഗ്രഹം നമുക്കത് കിട്ടിയെന്നുള്ളതാണ് എനിക്ക് എൻ്റെ മനസ്സിലിപ്പോൾ തോന്നിയിട്ടുള്ളത്. ഭഗവാൻ എന്ന് പറയുന്ന ശക്തി ഈ സാധാരണ മനുഷ്യ മനസ്സുകൾക്ക് ഒന്ന് ചിന്തിക്കാൻ കഴിയാത്തതാണ്. ഭഗവത്ഗീതയിലെ യദുകുലവംശം തന്നെ നശിക്കുമെന്ന് ശപിക്കുകയാണ് ഗാന്ധാരി. കൗരവരെ ഓരോരുത്തരും മരിച്ചു കിടക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഗാന്ധാരിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അഭിമന്യു മരിച്ചു കിടക്കുന്ന സ്ഥലത്ത് ചെന്നപ്പോൾ ഗാന്ധാരി പൊട്ടിത്തെറിക്കുകയാണ്. ഈ യുദ്ധത്തിനെല്ലാം കാരണക്കാരനായിട്ടുള്ള നീയാണ് ഈ യുദ്ധത്തിനെല്ലാം കാരണക്കാരനായിട്ടുള്ളത്. അതുകൊണ്ട് 36,000 വർഷങ്ങൾക്ക് ശേഷം നിൻ്റെ ഈ വംശം തന്നെ നശിച്ചു പോട്ടെ എന്ന് ഗാന്ധാരി ശപിക്കുകയാണ്. അപ്പോഴും കൃഷ്ണൻ പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഭഗവാന്റെ അല്ലെങ്കിൽ ഒരു ഇതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് സാധാരണ ഒരു മനുഷ്യ മനസ്സുകൾക്ക് അപ്പുറത്ത് നിൽക്കുന്നതാണ് ഈ പ്രകൃതിയുടെ ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഭഗവാൻ ഇതെല്ലാം കണ്ട് ചിരിച്ചിരിക്കണു. ഇതൊന്നും ഭഗവാനൊരു വിഷയമുള്ളതല്ല. ഇത്തരം ഇതൊന്നും എന്താ പറയുക ഒരു ഭഗവൻ ശക്തിയുടെ മുമ്പിൽ ഒന്നുമല്ല. അവരുടെ ഒരു എന്താ പറയുക ഇതിൻ്റെ അടുത്തേക്ക് എത്തുന്നില്ല അർത്ഥം. അത് നമ്മളിൽ തോന്നുന്നതാണ്. എന്താ വെച്ചാൽ ഭഗവാനെ ഇതാവുണ്ട് എതിർക്കുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ ഒരു സിനിമാ നായകനെ പോലെ പുറത്തേക്ക് വരിക, അപ്പോൾ അതിനെ അടിച്ചമർത്തുക. ഇതല്ല ഭഗവാൻ, അങ്ങനെയല്ല. അത് എന്താ വെച്ചാൽ എന്താ പറയുക കർമ്മത്തിനനുസരിച്ചുള്ള ഫലം കിട്ടും. അത് ഭഗവാൻ അത് ഓട്ടോമാറ്റിക്കായിട്ട് അതങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന അർത്ഥം. അപ്പോൾ ആ ഭഗവാന്റെ ശക്തി എന്നുള്ളത് മനുഷ്യ മനസ്സുകൾക്ക് ചിന്തിക്കാൻ കഴിയുന്നതിൽ അപ്പുറത്ത് കിടക്കുന്നതാണ്. ആ തിരിച്ചറിവിലേക്ക് എത്തലാണ് ഭക്തി. അപ്പം നമ്മൾ ഭക്തി ഒരു മാർഗമാണ്, ലക്ഷ്യം വേറെയാണ്. ഭക്തി എന്നുള്ളൊരു മാർഗ്ഗമാവുന്നേ ഉള്ളൂ. ഭഗവാനിലേക്ക് എത്താനുള്ളൊരു മാർഗം മാത്രമാണ് ഭക്തി എന്ന് പറയുന്നത്. ആ ഭക്തിയിലൂടെയാണ് ഈ പ്രപഞ്ചശക്തിയെ തിരിച്ചറിയാൻ, അയ്യപ്പനെ തിരിച്ചറിയാൻ, പ്രപഞ്ചശക്തിയെ തിരിച്ചറിയാൻ കഴിയുള്ളൂ. ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു പ്രതിരൂപമാണ് അയ്യപ്പൻ എന്ന് പറയുന്നത്. ആ ശക്തിയെ തിരിച്ചറിയാൻ ഭക്തി എന്ന മാർഗത്തിലൂടെ നമ്മൾ പോകേണ്ടതുണ്ട്. അപ്പോൾ അവിടെ ഇരിക്കുന്ന അയ്യപ്പൻ എന്ന് പറയുന്നത് നിങ്ങൾ ഏത് കണ്ണിലൂടെയാണ് അതിനെ വീക്ഷിക്കണത് എന്നുള്ളൊരു വിഷയമുണ്ട്. വളരെ ഭൗതികമായ തലത്തിൽ നിന്നുകൊണ്ട് വീക്ഷിച്ചു കഴിഞ്ഞാൽ അവിടെ ഒന്നുമില്ല, ഒന്നും നിങ്ങൾ കാണാൻ കഴിയില്ല. അപ്പം അവിടെ എന്തിൻ്റെ വെച്ചാൽ ഒരു മായ എന്നുള്ള ഒരു ഇതുകൊണ്ട് മനുഷ്യൻ്റെ ഇതിനെല്ലാം മറച്ചിരിക്കുകയാണ്. അപ്പം മായ നമുക്ക് നീങ്ങണമെങ്കിൽ ഭക്തിയിലൂടെ മാത്രമേ നടക്കുള്ളൂ. അപ്പോഴാണ് അവിടെ ആ അയ്യപ്പൻ്റെ ചൈതന്യത്തിന് നമുക്ക് വീക്ഷിക്കാൻ കഴിയുള്ളൂ.